ഹലോ. അപ്പോൾ ക്രിസ്മസ് മേക്ക് ഓവർ എന്ന് പറഞ്ഞ് അവസാനം ക്രിസ്മസ് കഴിയാറായി. എന്നിട്ട് എൻ്റെ മേക്ക് ഓവർ തീർന്നുണ്ടായിരുന്നില്ല ഗൈസ്. ഇന്ന് പുലർച്ചെ ഒരു 3 മണി 4 മണി ആകുമ്പോഴാണ് എൻ്റെ ഡെസ്ക് മേക്ക് ഓവർ കഴിഞ്ഞത്. അത് കഴിഞ്ഞാണ് എഡിറ്റ് ചെയ്യാനിരുന്നത്. അങ്ങനെ എഡിറ്റിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു സമയം തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ ഡെസ്ക് മേക്ക് ഓവറിന് മുന്നേ എൻ്റെ ടേബിളിൻ്റെ അവസ്ഥ ഇതായിരുന്നു. ഇഷ്ടംപോലെ സാധനങ്ങൾ, ഭയങ്കര ക്ലംസി ആയിരുന്നു. അപ്പം ആദ്യം തന്നെ അതിനെല്ലാം അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ആ ബാക്കിലുള്ള പോസ്റ്റേഴ്സൊക്കെ റിമൂവ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കുള്ള സമയപരിമിതികൾ കാരണം ആ പ്ലാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചു. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാർട്ടാണ് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പഴയ ക്രിസ്മസ് ട്രീ തന്നെ ഞാൻ പൊടി തട്ടി എടുത്തതാണ് കേട്ടോ. ക്രിസ്മസ് ട്രീ എനിക്കൊരു കോർണറിൽ സെറ്റ് ചെയ്യണം എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യമൊക്കെ വിചാരിച്ച താഴെ വെച്ചാലോ എന്ന്. പക്ഷെ താഴെ വെക്കുമ്പോൾ ഓൾറെഡി എൻ്റെ റൂമിന് സ്പേസ് ഇല്ല. അപ്പോൾ താഴെയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇനിയും ക്ലംസി ആവും എന്ന് വിചാരിച്ച് ഞാൻ ടേബിളിൻ്റെ മേലെ തന്നെ ആ ഒരു കോർണറിൽ സെറ്റ് ചെയ്തു. പിന്നെ കുറേ ഡെക്കറേഷൻ ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ ഹാങ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കുറേ ഉണ്ടാക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഞാൻ ഇനി ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വീഡിയോ ഞാൻ അടുത്ത വർഷം ക്രിസ്മസിന് പബ്ലിഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ പ്ലാൻ അങ്ങോട്ട് ഉപേക്ഷിച്ച് ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ ഹാങ് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇങ്ങനെയാണ് ഇട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. ഇനി ലൈറ്റ് സെറ്റ് ചെയ്യണമല്ലോ. ഈ ബ്ലാക്ക് വയറുള്ള LED ലൈറ്റാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അത് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ തന്നെ നല്ല അലമ്പാവുമല്ലോ കാണാൻ. അപ്പോൾ അത് മറക്കാൻ വേണ്ടിയിട്ട് ഈ ഡെക്കറേഷൻ മാല എടുത്ത് ചുമ്മാ അങ്ങോട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ ഇനി അടുത്തത് ഗൈസ്, ഞാൻ ഉണ്ടാക്കിയ ക്രിസ്മസ് ക്രാഫ്റ്റ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ ഇത്. അതെ ഗൈസ്, ഒരു ക്രിസ്മസ് വില്ലേജ്. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ആകെ ആവശ്യമുള്ളത് കാർഡ്ബോർഡും വൈറ്റ് കളറും കോട്ടണും പിന്നെ തെർമോക്കോൾ ഇല്ലെങ്കിൽ ഈ അപ്ലയൻസസിൻ്റെ ഒക്കെ ബോക്സസിൽ സേഫ്റ്റിക്ക് വേണ്ടി വെക്കില്ലേ, അതാണെങ്കിലും മതി. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. എന്നാലും ഞാൻ ചുരുക്കിയൊന്ന് പറയാം. ഇതുപോലെ തെർമോക്കോൾ 3 അടുക്കായിട്ട് ഇങ്ങനെ വെക്കുക, ഒട്ടിക്കുക. ഇനി കാർഡ്ബോർഡ് എടുക്കുക, കുറേ വീട് ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ആ ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ജനലും വാതിലുകളും മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇനി അടുത്തത് വൈറ്റ്നർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വൈറ്റ് പെയിൻറ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. അങ്ങനെ ഫുള്ള് ഔട്ട്ലൈൻ വരച്ചെടുത്തപ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇനി നമ്മൾ ആ സ്റ്റെപ്പ് പോലെ ഒട്ടിച്ചു വെച്ച തെർമോക്കോളിലേക്ക് മേലെയും താഴെയായിട്ട് ഇതങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ക്രിസ്മസ് ട്രീ ഇല്ലാതെ എന്ത് ക്രിസ്മസ് വില്ലേജ് ഇല്ലേ. അങ്ങനെ ക്രിസ്മസ് ട്രീയും വരച്ചെടുത്ത് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് വില്ലേജിന് സ്നോവിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോട്ടൺ എടുക്കുക, ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ലൈറ്റും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഇതുപോലെ അങ്ങോട്ട് റെഡിയായി കിട്ടും. സംഭവം ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാ. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീയും കൂടെ സൈഡിൽ വെച്ച് കൊടുത്തപ്പോൾ സംഭവം അടിപൊളിയായി കാണാൻ. പിന്നെ നമ്മുടെ മെയിൻ ക്രിസ്മസ് ട്രീൻ്റെ താഴെ ഒരുപാട് പ്ലെയിൻ ആയിട്ട് കിടക്കണ പോലെ തോന്നി. ഒരു രസം ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു റെഡ് കളർ പെട്ടി ഉണ്ടായിരുന്നു. ഇതിനൊരു ഗിഫ്റ്റ് ബോക്സ് ആക്കിയാലോ എന്ന് തോന്നിയപ്പോൾ ഒരു റിബണും കൂടെ കെട്ടിക്കൊടുത്ത് അതിൻ്റെ താഴെ വെച്ചു. പിന്നെ എല്ലാ ഡെക്കറേഷൻ സാധനങ്ങളും ക്രിസ്മസ് ട്രീയിൽ തന്നെ ഹാങ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഈ ഡെക്കറേഷൻ പീസസ് ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് വെച്ചു. പിന്നെ നമ്മുടെ ക്രിസ്മസ് റീത്ത് ചുമരിൽ ഹാങ് ചെയ്യണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എങ്ങനെയൊക്കെ നോക്കിയിട്ടും അത് നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചുകൂടി ഒരു സ്നോയി എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ആ ഡെക്കറേഷൻ മാല ബാക്കിൽ വെച്ച് കൊടുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം ക്രിസ്മസിന് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഡെസ്ക് മേക്ക് ഓവറൊക്കെ ചെയ്യണം എന്നൊക്കെ. ജസ്റ്റ് ക്രിസ്മസ് ക്രാഫ്റ്റ് മാത്രം മതി, നമ്മൾ ആ വില്ലേജും ആ ഒരു ട്രീയും ഒക്കെ മതി എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. എന്തായാലും ഇത്ര ചെയ്തു. അപ്പം ഇന്നലെ വൈകുന്നേരമാണ് ആലോചിച്ചത്, ദെൻ വൈ നോട്ട് ഇങ്ങനെ ഒരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്തുകൂടാന്ന്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിൽ ഒരു രാത്രി ഫുള്ള് ഇരുന്ന് സെറ്റ് ചെയ്തെടുത്തൊരു സംഭവമാണിത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടു. ഇനി ഇത് ലൈറ്റ് ഇട്ടിട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് തീമിലുള്ള ഡെസ്ക് മേക്ക് ഓവർ. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.